കുട്ടികളിൽ അപാരമായ കഴിവുണ്ട്, ശക്തിയുണ്ട്. പല പരിശീലനത്തിലൂടെയും കഴിവുകൾ ഉണർത്തണം. ഇതിനൊക്കെയാണ് നമ്മൾ ക്ഷേത്രങ്ങളും മറ്റും പ്രയോജനപ്പെടുത്തേണ്ടത്. ഇതാണ് ഒരച്ഛൻ്റെയും അമ്മയുടെയും കർത്തവ്യം. ധ്രുവൻ, സുനീതിയുടെ പുത്രൻ, കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അച്ഛൻ്റെ മടിയിൽ ഉത്തമനിരിക്കുന്ന. അപ്പൊ കുട്ടിക്കും ഒരു മോഹം, എനിക്കും അച്ഛൻ്റെ മടിയിലിരിക്കണം. അച്ഛൻ്റെ മടിയിലേക്ക് ഇരിക്കാൻ വേണ്ടി കുട്ടി ഓടി വന്ന് ആ മടിയിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് സുരുചി അവിടെ എത്തിച്ചേരുന്നു, ഓടി വരുന്നു. ആ കുട്ടിയെ മടിയിൽ നിന്ന് അങ്ങോട്ട് വലിച്ച് താഴേക്ക് എറിയുന്നു. അവിടെ ഇരിക്കാൻ നിനക്കൊരു അർഹതയുമില്ല, യോഗ്യതയുമില്ല. അതെന്റെ മകന് അർഹതപ്പെട്ട സ്ഥലം. അത് അച്ഛൻ്റെ മടിയല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ ഇരിക്കുന്ന ആ സിംഹാസനം നിനക്ക് പറഞ്ഞതല്ല, അത് എൻ്റെ പുത്രനുള്ളതാണ്. നീ എവിടുന്നാ വന്നത്? നീ ഏതോ അന്യ സ്ത്രീയുടെ കുട്ടി, നീ എന്തിന് കയറി വന്നു ഇവിടെ? ആരോട് ചോദിച്ചിട്ട് വന്നു? സ്വന്തം അച്ഛൻ സ്വന്തം കൊട്ടാരത്തില് ആ കുട്ടിക്ക് യാതൊരു വിലയും ഇല്ലാതെ കുട്ടി ആ അന്യനെ പോലെയാ കാണുന്നത് കുട്ടിയെ. എന്നിട്ട് പറഞ്ഞു, നിനക്കവിടെ ഇരിക്കണമെന്ന് വല്ല മോഹം ഉണ്ടെങ്കിൽ പോയി മരിച്ച് എൻ്റെ ഗർഭത്തിൽ എൻ്റെ കുട്ടിയായി വന്നാൽ നിനക്കവിടെ ഇരിക്കാൻ സാധിക്കും. അല്ലാത്തടത്തോളം കാലം പോ ഇവിടുന്ന്, ആട്ടിക്കളഞ്ഞു. കുട്ടി ആകെ ഞെട്ടിത്തരിച്ച്, എന്തായി കേൾക്കുന്നത്? സ്വന്തം അച്ഛൻ അന്യനായി, സ്വന്തം കൊട്ടാരം, ഇതൊന്നും ഞങ്ങൾക്ക് യാതൊരു, ഇന്നലെ കളിച്ചു വളർന്ന വീട് ഇന്ന് അന്യമായതുപോലെ. ഇന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില വീടുകളിലൊക്കെ, ഇല്ലേ? അച്ഛനൊക്കെ മരിച്ചു, അമ്മ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ചില അമ്മമാരെയൊക്കെ മക്കള് ഇതുപോലെ ആട്ടി പറഞ്ഞയക്കുന്നില്ലേ? ഇല്ലേ? അതൊന്നുമില്ല. പത്രത്തിലൊക്കെ ഇടയ്ക്ക് വായിക്കാറില്ലേ? ഇല്ലേ? മക്കളെയൊക്കെ ചില സമയത്ത് ഈവൻ അച്ഛനെ ആട്ടി പറഞ്ഞയക്കുന്ന കാലമുണ്ട്. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. തല്ലുന്നതൊക്കെ ഉള്ള വീഡിയോസൊക്കെ കാണാറില്ലേ ചില സമയത്ത്? ക്രൂരമായിട്ടുള്ളത്, ഇല്ലേ? ഈ തരത്തിലൊക്കെ ഉള്ള പ്രവൃത്തികളൊക്കെ നോക്കൂ ഇന്നും നടക്കുന്നതൊക്കെ. അന്ന് സുരുചി ആരോട് കാണിച്ചു? ധ്രുവനോട് കാണിച്ചു. ധ്രുവൻ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി, എന്തെങ്കിലും ഒരു മറുപടി പറയുമോ? ആ മനുഷ്യനാണെങ്കിൽ നല്ല അച്ചടക്കമുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്താ അച്ചടക്കം? നിങ്ങൾ വിചാരിക്കണം മിണ്ടാതിരിക്കലാണ് അച്ചടക്കം. എന്താ അച്ചടക്കം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ ഈ കുറുമ്പ് കാണിച്ച കുട്ടിയോട് പറഞ്ഞു, എടാ അച്ചടക്കം വേണം ക്ലാസ്സിൽ എന്ന്. അച്ചടക്കം എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് അറിയൂന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അറിയാതെ. എന്താന്ന് ചോദിച്ചു? അമ്മ അച്ഛനെ അടക്കുന്നതാണ് അത്രേ അച്ചടക്കുന്നത്. അതായത് അവന്റെ വീട്ടിൽ അച്ചടക്കം കാണുന്നത് അവൻ അങ്ങനെയാണ്. അമ്മ എന്തെങ്കിലും, നിങ്ങളൊന്നും ഉണ്ടായിരിക്കുക, കഴിഞ്ഞു, അടക്കായി അവിടെ. ഈ രീതിയിൽ അമ്മ ബഹളം വെച്ചാൽ അച്ഛൻ നാക്കടക്കും. അവൻ അന്ന് മനസ്സിലാക്കി ഇതാണ് അച്ചടക്കം എന്ന് പറഞ്ഞ പോലെ. ഇവിടെ ഈ ധ്രുവന്റെ അച്ഛൻ അല്ലെങ്കിൽ ഉത്ഥാനപാദൻ ഒരക്ഷരം അതിന് മറുപടി പറ. കൊച്ചുകുട്ടിയോടാണ് ഈ കാണിക്കുന്നത്, തെറ്റാണ് സുരുചി. അന്നും പറഞ്ഞില്ല. കുട്ടിക്ക് മനസ്സിലായി ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല, നിലയും വിലയില്ലാത്തൊരു മനുഷ്യൻ. ആ അച്ഛനോട് എന്ത് ബഹുമാനം. അവൻ അവിടെ നിന്ന് ഓടുകയാണ് നേരെ അമ്മയുടെ അടുത്തേക്ക്. അമ്മയുടെ അടുത്തെത്തി അങ്ങോട്ട്. കുട്ടികൾക്ക് പിന്നെ അമ്മയെ കണ്ടാൽ പിന്നെ നിയന്ത്രണം വിട്ടുമല്ലോ. പൊട്ടി അങ്ങോട്ട് കരയണു അവൻ, അമ്മയെ കെട്ടിപ്പിടിച്ച്. അപ്പോഴേക്കും അമ്മ മൂർധാവിലൊക്കെ ഇങ്ങനെ തലോടി, എന്താണെന്നൊക്കെ ചോദിച്ചു. അമ്മ വിചാരിച്ചു കുട്ടികളുടെ വികൃതിയും കുറുമ്പൊക്കെ ആയിട്ട് അടിപിടി ബഹളം. പിന്നെയാണ് തോഴി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇത് കുട്ടികൾ തമ്മിലുള്ള അടിപിടിയല്ല, സുരുചിയുടെ വളരെ നിന്ദ്യമായ, ആ കുട്ടിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെയാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പം സുനീതിക്ക് ഒരു നിമിഷം ഒരു വിഷമം വന്നു. കാരണം എന്നോടുള്ള വിഷമത്തിന് ഈ കുട്ടിയെ ഒരിക്കലും വേദനിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളാണ് സുനീതിയുടെ സ്ഥാനത്തെങ്കിൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്യില്ല. സുനീതിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്താ ചെയ്യുക? ചൂലെടുത്തിട്ട് പോവോ? എന്നാ പിന്നെ ആ ഉരുമ്പട്ടവളോട് രണ്ട് വാക്ക് പറഞ്ഞിട്ട് കാര്യം ഇല്ലേ? അങ്ങനെ തോന്നില്ലേ? ആരാ അവളെ എന്റെ കുട്ടിയെ ചീത്ത പറയാൻ? അവൾക്ക് എന്താ അധികം ചോദിക്കൂല്ലയോ? ദേഷ്യം വരുമോ ഇല്ലയോ? ചിലവരാണെങ്കിൽ ചിലപ്പോൾ ഒഴിഞ്ഞിടും, എന്റെ ഭഗവതി കൊടുക്കണേ അവൾക്ക് എന്ന്.
ഇല്ലേ? അങ്ങനെയൊക്കെ ഉള്ളവരും ഇല്ല ഇല്ല. ഈ മാരണമന്ത്രങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ തരത്തിലൊക്കെ ഉള്ളവരാണ് പൊതുവെ. എന്നാൽ സുനീതിയിൽ നമ്മൾ കാണുന്നത് നേരെ വിപരീത മനസ്സാണ്. ആ കുട്ടിയുടെ മൂർധാവിൽ കൈവച്ചിട്ട് പറഞ്ഞു, എന്തൊരു വാക്കുകളെ നോക്കൂ. ഇത് ചതുർത്ഥ സ്കന്ധത്തിൽ 8-ാം അധ്യായത്തില് 19-ാം ശ്ലോകം ഭാഗവതം. കുട്ടിയോട് പറയണ, ആദിഷ്ഠതത്താത വിമത്സരത്വം. ആദിഷ്ട, ഉത്തിഷ്ഠ. കുട്ടി, നീ ഇങ്ങനെ കരയാതെ വിഷമിക്കാതെ നീ ഒന്ന് ഉഷാറാവൂ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന എന്താ അറിയോ? ആരൊക്കെ നമ്മളെ തളർത്തിയാലും ഈശ്വരൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. ആര് തളർത്തിയാലും ആര് കൂടെയുണ്ട്? അമ്മയെ കണ്ടിട്ടില്ലേ നീ? അമ്മ തളരാറുണ്ടോ? ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ജോലി തളരുകയല്ല, നമ്മളെ പിടിച്ചു നിർത്തുന്ന ഭഗവാനെ നമ്മളും പിടിക്കണം. അപ്പോഴേ നമ്മളെ ഉയർത്താൻ ഭഗവാന് പറ്റുള്ളൂ. അപ്പൊ ആര് തളർത്തിയാലും കൈവിടാത്തൊരു ഭഗവാൻ കൂടെയുണ്ട്. ആ ഭഗവാൻ വിചാരിച്ചാൽ എത്ര ഉന്നതിയിലേക്ക് എത്തിക്കാനും ഭഗവാന് സാധിക്കും. അതുകൊണ്ട് തളർന്ന് കരയല്ല വേണ്ടത്. നമ്മള് ഭഗവാനെ മുറുകെ പിടിച്ച് ഉന്നതിയിലേക്ക് നമ്മള് എത്തിച്ചേരണം. നമ്മളെ എന്ത് ചെയ്യണം? ഉയർത്തിയെടുക്കണം. ഈ 2 വാക്കുകളുണ്ടല്ലോ, കുട്ടിയുടെ ഉള്ളിൽ അങ്ങോട്ട് തട്ടി. ഏതൊക്കെ? ആര് കൈവിട്ടാലും ആര് കൈവിടില്ല? അതെങ്ങനെ മനസ്സിലാക്കണം? അതിന് നമ്മളെ പിടിക്കണം. ആരെ പിടിക്കണം? ഭഗവാനെ പിടിക്കണം. ഭഗവാനെ പിടിച്ചിട്ടുണ്ടോ, ഭഗവാൻ ആ വ്യക്തിയെ ഉന്നതനാക്കിയിട്ടുണ്ടാവും, ഉയർത്തിയിട്ടുണ്ടാവും. അപ്പൊ ഭഗവാനെ പിടിക്കണം. കൈവിടാത്ത ഭഗവാനെ പിടിക്കുകയും വേണം. ആ ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഉയർത്തുകയും ചെയ്യും. ഇത് കുട്ടിയുടെ ഉള്ളിൽ അങ്ങോട്ട് തട്ടി. ഭഗവാൻ നമ്മളെ കൈവിടില്ല. ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ ഉയർത്തും. എങ്കിൽ ഇവരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കണം, ഇവരെക്കാളൊക്കെ ഞാൻ ഉയർന്ന് ഉന്നതനാകുമെന്ന്. ആ ഒരു വാശി കുട്ടിയുടെ ഉള്ളിൽ കയറി. എന്നെ നിങ്ങൾക്ക് അങ്ങനെ തളർത്താൻ സാധ്യല്ല. എൻ്റെ അമ്മ തളർന്നിട്ടില്ലെങ്കിൽ, അതാണ് അമ്മയുടെ പ്രചോദനം എന്ന് പറയുന്നത്. ഒരു തളരാത്തൊരമ്മയ്ക്ക് തളരാത്തൊരു മകനെ വാർത്തെടുക്കാൻ പറയൂ. ഇന്ന് നിങ്ങളൊക്കെ മക്കളൊക്കെ എന്താണ് അസ്വസ്ഥരും തൂങ്ങി മരിക്കുന്നവരും ഒക്കെ ആയി മാറിയത്? നിങ്ങളെ വപ്പടാണ്. ഇപ്പൊ നമ്മൾ തന്നെ ദുർബലരാണെങ്കിൽ മക്കളും ദുർബലരായിത്തീരും. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ നാമജപത്തിലൂടെ ശ്രദ്ധ കരുത്തുള്ളതാക്കിയാൽ മറ്റൊരാളുടെ ശ്രദ്ധ നമുക്ക് അവരെ അലട്ടുന്ന പ്രശ്നത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റും. നോക്കൂ നിങ്ങൾ, ആ ധ്രുവന്റെ ജീവിതത്തിൽ സുരുചി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും മനസ്സിൽ വരികയാണ്. കുട്ടിക്ക് ആർക്കായാലും വരും. കാരണം പോയി ചത്തടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ വിഷമം വരാത്തത്? മനസ്സിലായില്ലേ? അത്രയും ക്രൂരമായ നിന്ദ്യമായ വാക്കുകളാണ് ആരുപയോഗിച്ചത്? സുരുചി ഉപയോഗിച്ചത്. ഇത് മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്നു. അപ്പൊ അതിൽ നിന്ന് ആ ശ്രദ്ധയെ അങ്ങോട്ട് മാറ്റി നീ ഭഗവാനെയും മുറുകെ പിടിക്കൂ, ഭഗവാൻ നിന്നെ ഉന്നതിയിൽ എത്തിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ ശ്രദ്ധ എന്തായി? ഭഗവാനെയും മുറുകെ പിടിക്കണം, എങ്കിൽ എനിക്ക് ഉന്നതിയിലെത്താം. ഭഗവാനെയും മുറുകെ പിടിക്കണം, എനിക്ക് ഉന്നതിയിലെത്താം. നേരത്തെ സുരുചി പറഞ്ഞ വാക്കുകളുടെയൊക്കെ ആ സ്വാധീനത്തിൽ നിന്നും ശ്രദ്ധയെ മാറ്റിയെടുക്കാൻ സുനീതിക്ക് സാധിച്ചു. മനസ്സിലാവുണ്ടോ നിനക്ക്? ഇതാണ് ആ സുനീതി ചെയ്ത ഏറ്റവും വലിയൊരു സർവശ്രേഷ്ഠമായ കാര്യം. വാസ്തവത്തിൽ ഇന്ന് പ്രസവിക്കാനേ നമുക്കറിയുന്നുള്ളൂ, കുട്ടികളെ വളർത്താൻ നമുക്ക് അറിയുന്നില്ല. കാരണം നമുക്കതിൻ്റെ ഒരു സൈക്കോളജി നമ്മൾ പഠിച്ചിട്ടില്ല. കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? ഇന്ന് അതുകൊണ്ടാണ് ഒരുപാട് സംഘർഷങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്നത്. എന്ത് ഡിഗ്രി പഠിക്കണം എന്നൊക്കെ തന്നെ നോക്കൂ നിങ്ങൾ. നീറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നു
കുറെ എണ്ണത്തിന് അഡ്മിഷൻ കിട്ടില്ല, കുറെ എണ്ണത്തിന് അഡ്മിഷൻ കിട്ടി, ഇല്ലേ? കുറെ പേർക്കാണ് പേയ്മെന്റ് സീറ്റാണ്, അപ്പൊ അതിന് ഒരുപാട് കാശ് കൊടുക്കണം. അത് തന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടാൻ പാടാണ്, ഇല്ലേ? അങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾ. ഇനി അത് കഴിഞ്ഞ് MDക്ക് ചേരാന്ന് വിചാരിച്ചാൽ വിചാരിച്ച കോഴ്സ് ഒന്നും കിട്ടണമെന്നില്ല, ആഗ്രഹിക്കുന്നതൊന്നും കിട്ടുന്നത് വേറൊന്നും ആയിരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അതിലും സംഘർഷങ്ങള്. ഇങ്ങനെ മനുഷ്യ ജീവിതം ഒരു സംഘർഷമായി മാറുകയാണ്. കേരളത്തിലാണെങ്കിൽ നിങ്ങൾ നോക്കൂ, പഠിച്ചവർക്കൊന്നും ജോലിയില്ല, എല്ലാം അന്യ രാജ്യങ്ങളിലേക്കൊക്കെ പോകണം. അതും ഇപ്പോഴാണെങ്കിൽ കാനഡയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒന്നാമത് വെതർ നമുക്ക് പറ്റില്ല, അവിടുത്തെ ആളുകൾക്ക് കണ്ടമാനം ആളുകൾ ഇവിടുന്ന് പോകുമ്പോൾ അവരുടെ ജോലി സാധ്യതകൾ കുറയുന്നതുകൊണ്ട് ഇന്ത്യക്കാരെ ഉപദ്രവിക്കുന്നു അവര്. ഇടക്കാലത്ത് കണ്ടില്ലേ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് ചങ്ങലയ്ക്ക് കേട്ട് ഇങ്ങോട്ട് അയക്കുന്നതൊക്കെ കണ്ടില്ലേ? പറയൂ. ഈ തരത്തിലൊക്കെ ഉള്ളൊരു മാനസിക പ്രശ്നങ്ങൾ എല്ലാവരും അനുഭവിക്കുകയാണ്. ഇപ്പൊ പഴയ കാലത്തൊക്കെ ദുബായിൽ ഗൾഫിൽ പോവാന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവമായിരുന്നു. അവിടെയും ചെലവുകളൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. കിട്ടുന്നതിന്റെ 3/4 ഭാഗവും അവിടെ ചെലവഴിക്കാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ പഴയ ഒരു കാലത്തിൽ നിന്നും ഇന്ന് നമ്മളേറെ മാറി പോവുകയാണ്, അല്ലേ? പഴയ ബന്ധങ്ങളൊക്കെ ഇന്ന് അതുപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടോ മനുഷ്യർക്ക്? നിങ്ങൾ നോക്കൂ, പഴയ കൂട്ടുകുടുംബ ബന്ധങ്ങള്, സുഹൃത്ത് ബന്ധങ്ങള്, ഇല്ലേ? അതൊക്കെ കുറഞ്ഞ് ഭാര്യയും ഭർത്താവും മക്കളും മാത്രമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പഴയ ബന്ധുക്കളുടെ ബന്ധങ്ങളൊക്കെ ഇന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് പറയണ, കുട്ടി എന്ന് പറഞ്ഞാല് ഒരു വലിയ പെൺകുട്ടിയാ പറയണത്. എന്നോട് പറഞ്ഞു, സ്വാമിജി ഞാൻ ഇവിടെയല്ല, എനിക്ക് അവിടുത്തെ സപ്താഹത്തിന് വരണമെന്നുണ്ട്, പക്ഷെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ഹോസ്പിറ്റലിലാണെന്ന്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ്, നമ്മളെന്താ വിളിക്കുക? ആലോചിച്ചു, ആ ബന്ധങ്ങളൊക്കെ പോയി അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവായി മാറി. ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറ. അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവേ. ഇപ്പൊ കാലം കൊണ്ടെത്തിച്ചത് നോക്കൂ. ഞാൻ ഒരു നിമിഷം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇന്ന് ആ ബന്ധങ്ങളുടെയൊക്കെ അടുപ്പം അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ചെറിയച്ഛനോ ചിറ്റപ്പനോ എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് ഉപയോഗിക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? പറയൂ. ആ ഒരു അടുപ്പത്തിന്റെ ഒരു ഭാഷ വേറെയാണോ? ഇന്നിപ്പോ അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കുന്ന ഒരു കാലം. നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ ഇതൊക്കെ തന്നെ കേൾക്കാൻ പറ്റുക. കാരണം അവർക്ക് അത്ര ആഴത്തിലുള്ള ബന്ധങ്ങൾ ഇന്നില്ല, നഷ്ടപ്പെട്ടു. അപ്പൊ മനുഷ്യൻ അവന്റെ ലോകത്തിലേക്ക് ചുരുങ്ങും തോറും സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും പണ്ടത്തേതിനേക്കാളും അവർക്ക് പറയൂ കൂടും. അത് അവിടെയാണ് ആത്മീയതയുടെ പ്രസക്തിയും ഇനി കൂടേണ്ടത്. കാരണം തളർത്താൻ എളുപ്പത്തിൽ സാധിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഇന്ന് ഒരുപാട് പെൺകുട്ടികളൊക്കെ തളർന്നു പോകുന്നത്. കാരണം വീട്ടിൽ സ്നേഹമില്ല, അപ്പൊ പിന്നെ വല്ലവനെയും സ്നേഹിക്കും, അത് സ്നേഹമാണെന്ന് അവര് തെറ്റിദ്ധരിക്കും. പക്ഷെ അവന്റെ ഉള്ളിൽ കാമമായിരിക്കും, അവൻ ഇവളെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കും. അതോടുകൂടി ഈ കുട്ടി മാനസികമായി ഒന്നുകൂടി തകരും. കാരണം ആ കുട്ടി അതല്ല പ്രതീക്ഷിച്ചത്, സ്നേഹമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ സ്നേഹിച്ച വ്യക്തി സ്നേഹമല്ല തന്നത്. ഇതൊക്കെ സംഭവിക്കുന്നില്ലേ ഇന്ന്? ഉണ്ടോ ഇല്ലയോ? ഇതൊന്നും ആരോടും തുറന്നും പറയാൻ പറ്റില്ല. ഒരു ദിവസം ഉണ്ടാവും, അമ്മ നോക്കുമ്പോൾ തൂങ്ങിക്കിടക്കണം. ഓരോ വീടുകളുടെ അവസ്ഥയാണത്. കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു പയ്യൻ മതം മാറ്റാൻ ശ്രമിച്ചു, തൂങ്ങി എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ? ഇതൊക്കെ ഇതിന്റെ കേസുകൾ ആണോ? ഇപ്പൊ ഒരു കുട്ടി തൂങ്ങി മരിച്ചതിന്റെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കില്ലേ? മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ? ആ മതം മാറ്റാൻ ശ്രമിച്ചതിന്റെ മുന്നിലൊരു പ്രേമവും സ്നേഹമൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? ഇവൾ ആ പയ്യനെ സ്നേഹിക്കാൻ പോയതുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. ആണോ അല്ലയോ? അവൻ വേറെ രീതി കണ്ടു, ഇവള് സ്നേഹത്തെ കണ്ടു, അവൻ കാമവും അവൻ മതവും ഒക്കെ കണ്ടു. ഇത്രയും വ്യത്യാസമുള്ളൂ. ഇങ്ങനെ ജീവിതത്തിൽ സ്നേഹമില്ല, സന്തോഷമില്ല, മനോബലമില്ല. എവിടെ കൊണ്ടെത്തിക്കും ഇതെല്ലാവരും? നിങ്ങൾ പറയൂ. ആരോഗ്യമുള്ള തലമുറയിലേക്കാണോ മനുഷ്യൻ പോകുന്നത്? ആണോ?
അല്ല. അപ്പൊ ഇതിനെന്താ ഒരു പോംവഴി? ഇതിനെന്താ ഒരു പരിഹാരം? ഇങ്ങനെ അങ്ങോട്ട് പോവല് തന്നെയാണോ? ഒരു മാറ്റം ഉണ്ടാക്കണോ? പറയൂ. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അത് അനുഷ്ഠാനങ്ങളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതിനാണ് നിങ്ങൾ കുട്ടികളെയൊക്കെ ക്ഷേത്രത്തിൽ കൊണ്ടുവരണം, ജപിപ്പിക്കണം. ക്ഷേത്രം എന്നത് ഒരു ജപഭൂമിയാക്കി മാറ്റണം. ക്ഷേത്രം എന്നത് ജപയജ്ഞ ഭൂമിയാക്കി മാറ്റണം. തൊഴുതു പോവാനല്ല, എന്തിനു വേണ്ടി? ജപിക്കാനുള്ള സ്ഥലമാക്കി മാറ്റണം. അങ്ങനെ ഒരു ശീലം നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ വന്നാൽ, വൈകുന്നേരങ്ങൾ കുട്ടികൾ വരുമ്പോൾ ലളിതാ സഹസ്രനാമം അവരവിടെ ഇരുന്ന് ചൊല്ലും. മനസ്സിലായില്ലേ? രാവിലെ വന്നാൽ വിഷ്ണു സഹസ്രനാമ ജപം അവരവിടെ ഇരുന്ന് ചൊല്ലും. ഇത് നമുക്ക് ഇപ്പോഴേ തുടങ്ങി വെക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോബലമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അവർക്ക് പറയൂ കാര്യമില്ല. കാരണം എപ്പോഴാണ് മനസ്സ് താളം തെറ്റുക എന്ന് പറയാൻ പറ്റില്ല. താളം തെറ്റിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, അത് തൂങ്ങും, കഴിഞ്ഞു, ജീവിതം തീർന്നു. മനസ്സിന് നമ്മുടെ ജീവിതത്തെ താളം ആകെ ആടിയുലച്ച്, മനസ്സിലായില്ലേ, ആകെ നമ്മളെ ഒരു വല്ലാത്ത പ്രക്ഷുബ്ധതയിലേക്കും വേദനയിലേക്കും കൊണ്ടുപോകാനുള്ളൊരു ശക്തി മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇവിടെ സുനീതി എന്ത് ചെയ്തു? മകനെ തളരാനൊട്ടും അനുവദിച്ചില്ലേ. ഭഗവാനെ നീ മുറുകെ പിടിച്ചാൽ ഭഗവാൻ നിന്നെ ഉന്നതിയിലെത്തിക്കും. ഈ രണ്ട് വാക്കുകൾ കുട്ടിയുടെ ഉള്ളിൽ അങ്ങോട്ട് തറച്ചു. എന്താണ്? ഭഗവാനെ നീ മുറുകെ പിടിച്ചാൽ ഭഗവാൻ നിന്നെ. ഇപ്പൊ സുരുചി പറഞ്ഞതല്ല കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്നത്. ആര് പറഞ്ഞതാണ്? അമ്മ പറഞ്ഞത്. അത്രയും അതങ്ങോട്ട് സ്വാധീനിച്ചു കുട്ടിയെ. മനസ്സിലായില്ലേ? കുട്ടി അവിടെ നിന്ന് തീരുമാനിച്ചു, എന്നാൽ പിന്നെ ആരെ മുറുകെ പിടിക്കണം? ഭഗവാനെ. എന്താ എങ്ങനെ പിടിക്കാന്നൊന്നും അറിയില്ലേ കുട്ടിക്ക്. ഒറ്റ പോക്കാണ്. അതങ്ങോട്ട് തീരുമാനം എടുത്തു. കാരണം ഭഗവാനെ മുറുകെ പിടിച്ചാൽ എനിക്ക് ഉന്നതിയിലെത്താം. ഇത് മാത്രമേ കുട്ടിക്ക് ചിന്തയുള്ളൂ. അങ്ങനെ അങ്ങോട്ട് നടന്നു പുറപ്പെട്ടു. അമ്മ എതിർക്കാനും പോയില്ല. കാരണം ആ കുട്ടി നല്ല വഴിക്കേ വരൂ എന്നുള്ള പൂർണ്ണ ബോധ്യം ആർക്കുണ്ട്? അമ്മയ്ക്കുണ്ട്. അതാണ് ആ അമ്മ വളർത്തിയെടുത്ത ഒരു ശീലം. മനസ്സിലായില്ലേ? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷൻ ഉള്ള കാലം. നമ്മൾ അമ്പലങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ജപം ശീലിപ്പിച്ചിട്ടില്ലെങ്കിലോ, ആ കുട്ടികൾ കുറെ കഴിഞ്ഞാൽ തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ട്, നിങ്ങൾ കണ്ടു കാണും പലപ്പോഴും പല വീഡിയോസും. ഉത്സവ സ്ഥലത്തായിരിക്കും കുട്ടികൾ പോകുന്നത്, പക്ഷെ ഉത്സവ സ്ഥലങ്ങളിലൊന്നല്ല പങ്കെടുക്കുന്നത്. ഏതെങ്കിലും കാടുകളിൽ ഇരുന്ന്, അല്ലെങ്കിൽ ആരും കാണാത്തിടത്തിരുന്ന് ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടില്ലേ നിങ്ങളിങ്ങനെ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെയുള്ള വഴിതെറ്റിപ്പോകുന്ന ഒരു സമൂഹമായി കുട്ടികൾ മാറുന്നു. അപ്പൊ അതിനുള്ളൊരു പ്രതിവിധിയാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നാമഭൂമിയായി മാറണം. ഏതായി മാറണം? അതിന് നിങ്ങളൊക്കെ മുതിർന്നവർ നേതൃത്വം കൊടുക്കണം. നാമയജ്ഞത്തിന്റെ ഒരു ഭാഗവതത്തിലെ അവസാനത്തെ വരി ഓർക്കുക. എന്താണ് അവസാനത്തെ വരി? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. ഇതിനാണ് ക്ഷേത്രം ഉപയോഗിക്കേണ്ടതെന്ന ഒരു ബോധം നമ്മൾ സമൂഹത്തിലേക്ക് ക്രമേണ കൊണ്ടുവരണം. വേണോ വേണ്ടയോ? പറയൂ. അതെന്തിനാണ്? ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മുടെ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് 3 ഗുണങ്ങളാൽ സമ്മിശ്രിതമാണ്. മനുഷ്യന്റെ മനസ്സിൽ 3 ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാണ് 3 ഗുണങ്ങള്? മനസ്സിനെ കുറിച്ചുള്ളൊരു പഠനം ഭാരതീയ ഋഷിയന്മാരാണ് കൂടുതൽ നടത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് മനസ്സിന്റെ ഗുണങ്ങള്? സത്വം രജതമൈതി ഗുണാ പ്രകൃതി സംഭവം, 14-ാം അധ്യായത്തിൽ 5-ാം ശ്ലോകം. അതായത് നമ്മള് കുട്ടികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അവരുടെ മനസ്സിൽ 3 ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാണ് 3 ഗുണങ്ങള്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. തമോ ഗുണം എന്ന് പറയുന്നത് കണ്ടു ശ്ലോകം 14-ൽ 5. സത്വം രജതമൈതി ഗുണാ പ്രകൃതി സംഭവ നിബന്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. 14-ാം അധ്യായം 5-ാം ശ്ലോകം.
അവിടെ കൃഷ്ണൻ പറയുന്നു ഈ മൂന്ന് ഗുണങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ മൂന്ന് ഗുണങ്ങളുടെ നേച്ചർ എന്താണ്? തമോ ഗുണം എന്ന് പറയുന്നത്, വളരെ ശ്രദ്ധിക്കൂ, തമോ ഗുണം എന്ന് പറയുന്നത് അലസതയും അവശതയും ആവരണവുമാണ്. എന്താണ് തമോ ഗുണം? അലസതയും അവശതയും ആവരണം. ആവരണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിലുള്ള റിസോഴ്സിനെ മുഴുവൻ തമോ ഗുണം എന്ത് ചെയ്യും? മറച്ചു വെച്ച് കളയും. തമോ ഗുണം അങ്ങനെ ഒരു ആവരണം സൃഷ്ടിക്കും, ഒരു വലിയ പുകമറ സൃഷ്ടിക്കും. മനസ്സിലായില്ലേ? തമോ ഗുണം പുക പോലെ എന്ന് പറയാം. പുകയുണ്ടാവണമെങ്കിൽ എന്ത് വേണം? പുകയുണ്ടാവണമെങ്കിൽ എന്ത് വേണം? തീ വേണം. തീയില്ലാതെ പുക ഉണ്ടാവുമോ? പക്ഷെ പുകയ്ക്ക് എന്താ ഒരു കഴിവുള്ളത്? തീയുടെ തീവ്രത കുറഞ്ഞാൽ പുക എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഗണപതി ഹോമൊക്കെ കണ്ടിട്ടില്ലേ? തിരുമേനി ആ ഗണപതി ഹോമക്കൂട്ടിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ ആ ചകിരിയൊക്കെ കൂടെ അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പുകഞ്ഞങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് പുക നിറയും ഇല്ലേ? എന്നാലും ഉള്ളിൽ എന്തുണ്ട്? പുക വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഉള്ളില് തീയുണ്ട്. പക്ഷെ തീയേക്കാളും തീവ്രമായി ഏത്? പുക. ഇതാണ് തമോ ഗുണം. കഴിവുകൾ മുഴുവൻ എന്ത് ചെയ്യും? അങ്ങനെ ഉള്ളിൽ അതങ്ങനെ മറച്ചു വെച്ച് കളയും, ആവരണം ഉണ്ടാക്കി കളയും. തമോ ഗുണം. കഴിവുകളില്ലാത്തവരായി ഈ ഭൂമിയിൽ ആരുമില്ല. കുട്ടികളിലൊക്കെ അപാര കഴിവുകളുണ്ട്, അത്ഭുത കഴിവുകളുണ്ട്. മനസ്സിലായില്ലേ? അതിഗംഭീരമായ കഴിവുകളുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും കുട്ടികളുടെ ക്യാമ്പ് നടത്തും. ക്യാമ്പ് നടത്തുമ്പോൾ ഈ കുട്ടികൾക്ക് ഞാൻ ഓരോ സ്കിറ്റ് കൊടുക്കും, എന്തെങ്കിലും ഒരു തീം വെച്ചിട്ട്. അതിനെക്കുറിച്ച് അവരോട് പറയും, ഒരു 10 പേരെയും കൊടുക്കും. ഒരു സ്കിറ്റിൽ 10 പേര്, 10 പേർക്ക് റോള് കൊടുക്കണം. ഒരു സ്കിറ്റ് ഉണ്ടാക്കാൻ പറയും. ഓരോരുത്തരും ഉണ്ടാക്കുന്ന സ്കിറ്റ് ഉണ്ടല്ലോ, അത്ഭുതമാണ്. സിനിമയെ വെല്ലുന്ന സ്കിറ്റ് ഉണ്ടാക്കി കളയും, അത്ര ഗംഭീരം. അപ്പൊ ആ കഴിവുകളൊക്കെ കുട്ടികളുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കുട്ടികൾക്കുള്ള പ്രത്യേകിച്ച് അവർക്ക് പരിശീലനം കൊടുത്താൽ അവരെന്തും പഠിച്ചെടുക്കാൻ അവർക്ക് കഴിവുള്ളവരാണ് അല്ലേ? ഇപ്പൊ നീന്തൽ പഠിപ്പിച്ചാൽ അവർ നീന്തൽ പഠിക്കും, ഉണ്ടോ ഇല്ലയോ? അത്യാവശ്യമൊക്കെ സംഗീതം അവർക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ മേളം പഠിക്കുന്ന കുട്ടികളുണ്ട് ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? എന്തും പഠിച്ചെടുക്കാൻ പറ്റുന്ന കുട്ടികൾ ആണ് ഇന്നത്തെ കുട്ടികൾ. അപ്പൊ അതും തന്നെ മനസ്സിലാക്കാലോ, ഇതെല്ലാം പഠിച്ചെടുക്കാനുള്ള കഴിവ് പുറമേന്ന് വന്നതാണോ അതോ ഉള്ളിലുള്ളതാണോ? ഉള്ളിലുള്ളതാണ്. ഈ കഴിവുകളൊക്കെ പക്ഷെ എന്ത് പറ്റുന്നറിയോ? ഈ തമോ ഗുണം അങ്ങോട്ട് ഇതിനെ മൂടിക്കളയും. രജോ ഗുണം എന്ത് ചെയ്യും? രജോ ഗുണം, തമോ ഗുണം മൂടിക്കഴിഞ്ഞാൽ രജോ ഗുണം വേണ്ടാത്തതിലേക്ക് അങ്ങോട്ട് അമിതമായി താല്പര്യം കാണിക്കും. രജോ ഗുണത്തിന്റെ പ്രത്യേകത മനസ്സ് വളരെ ചഞ്ചലമാക്കി കളയും. അപ്പൊ മനസ്സ് ചഞ്ചലമാകുമ്പോൾ കുട്ടികൾ ദുർബലതകളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികൾ മൊബൈലിലേക്കൊക്കെ അഡിക്റ്റഡ് ആവുന്നത്. കാരണം ഒരു വശത്തെ കഴിവുകൾ മറഞ്ഞു കിടക്കുമ്പോൾ വേറൊരു വശത്തെ കുട്ടി തൻ്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും കണ്ടെത്തുന്നത് എളുപ്പത്തിൽ സുഖം കിട്ടാൻ സാധിക്കുന്ന കാര്യത്തിലാവും. ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവും. കഴിവുകളിൽ സുഖം കണ്ടെത്തുക, കഴിവുകളിൽ ഒരു രസം കണ്ടെത്തുക. അപ്പൊ നിങ്ങൾ നോക്കൂ, കുട്ടികളെ മേളം പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു, നൃത്തം. ആ കഴിവിൽ എല്ലാവരും ചേർന്ന് നൃത്തം ചെയ്യുമ്പോൾ ഒരു രസം കണ്ടെത്തുന്ന ഒരു കുട്ടിക്ക് ഈ മൊബൈൽ അഡിക്ഷൻ താരതമ്യേന പറയൂ കുറയും. കാരണം ഇവിടെ രസം കണ്ടെത്താൻ വേറൊരു കഴിവുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? നേരെ മറിച്ച് ഇത്തരം കഴിവുകളൊക്കെ വളർത്തിയെടുത്തില്ലെങ്കിലോ വേണ്ടാത്തതിലൊക്കെ സുഖം കണ്ടെത്താൻ ആ കുട്ടി ശ്രമിക്കും. ആരാ കുട്ടിയെ വഴിതെറ്റിച്ചത്? മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? കൂടെ വന്നില്ലേ നിങ്ങൾ? അപ്പൊ നമ്മളായാലും അങ്ങനെയാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഈ നാരായണിയോ ഇങ്ങനെയൊക്കെ ഉള്ളതിലൊരു താല്പര്യം ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊരു ചിട്ടയുണ്ടായിരിക്കും.
ഇതിൽ നിങ്ങൾ രസം കണ്ടെത്തുന്നു വയ്ക്കുക. എങ്കിൽ രാവിലെ തന്നെ നിങ്ങൾ ഫോൺ എടുത്തിട്ട് വല്ലവരോടും വർത്തമാനം പറഞ്ഞ് സമയം കളയൂ? പറയൂ. കാരണം നിങ്ങൾക്കറിയാം അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. ഇതുപോലെയാണ് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അവരെ കഴിവുകളിലേക്ക് വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ അവർ വേണ്ടാത്തതിലെല്ലാം അമിതമായി സ്വാധീനിക്കപ്പെട്ട് മുഴുകിച്ചേരും. ഇതാണ് രജോ ഗുണം. അപ്പൊ രജോ ഗുണത്തെ തമോ ഗുണത്തോട് ചേർത്താൽ വേണ്ടാത്തതിൽ മുഴുകും. രജോ ഗുണത്തെ സത്വഗുണത്തോട് ചേർത്താൽ കഴിവുകളിൽ മുഴുകും. അപ്പൊ കുട്ടികളിൽ തമോ ഗുണവുമുണ്ട്, സത്വഗുണവുമുണ്ട്. സത്വഗുണത്തെ തമോ ഗുണം എന്ത് ചെയ്ത് കളയും? സത്വഗുണം എന്ന് പറഞ്ഞാൽ കഴിവുകളാണ്. കഴിവുകളെ തമോ ഗുണം ചെയ്യും, കൂടെ വന്നില്ല, മൂടിക്കളയും. എന്ന് പറഞ്ഞാൽ എന്താണ് മൂടിക്കളയും എന്ന് പറഞ്ഞാൽ ഈ സത്വഗുണത്തെ, കഴിവുകളെ വളർത്തിയെടുക്കാൻ പരിശീലനം വേണം. ഏത് വേണം? അപ്പൊ പരിശീലനം നേടാത്തോടത്തോളം കാലം ആ കഴിവിനെയെല്ലാം, പരിശീലനം കൊടുക്കാത്തോടത്തോളം കാലം ആ കഴിവുകളെല്ലാം തമോ ഗുണം മൂടിക്കളയും. അപ്പൊ തമോ ഗുണം മൂടിക്കഴിഞ്ഞാൽ രജോ ഗുണം തമോ ഗുണത്തോട് ചേർന്നു. അപ്പൊ രജോ ഗുണം തമോ ഗുണത്തോട് ചേരുമ്പോഴോ വേണ്ടാത്തതിലൊക്കെ ഇൻട്രസ്റ്റ് ആയി, വേണ്ടാത്ത കൂട്ടുകെട്ട്, കുറെ മൊബൈല്, ഇതൊക്കെ വഴിതെറ്റി. എന്നാൽ ആ കുട്ടിയുടെ രജോ ഗുണത്തെ ഇപ്പുറത്ത് ഏതിലേക്ക്? സത്വഗുണത്തിലേക്ക്. അതായത് കഴിവുകൾ പല കാര്യത്തിലും ആ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ കുട്ടിയുടെ തമോ ഗുണത്തിന്റെ തീവ്രത കുറഞ്ഞ് കുട്ടി വേണ്ടാത്തതിലല്ല രസം കണ്ടെത്തുക, കുട്ടിയുടെ പല നല്ല കഴിവുകളിൽ അത് രസം കണ്ടെത്താൻ തുടങ്ങും. ശരിയാണോ ഞാൻ പറയണത്? ശരിയാണോ? അപ്പൊ വാസ്തവത്തിൽ ഈ കുട്ടികൾ വഴിതെറ്റുന്നത് ആരാ കാരണം? ഇനി പറയൂ നിങ്ങൾ, ആരാ കാരണം? ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് അങ്ങനെ കഴിവുകളെ വികസിപ്പിക്കുന്ന ഒരു ഓറിയന്റേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കഴിവുകളെല്ലാം തമോ ഗുണത്താൽ മൂടി മറഞ്ഞ് വേണ്ടാത്തതിൽ കുട്ടികൾ അമിതമായി ശ്രദ്ധ ചെലുത്തും. ആരാണ് അതിന് ഉത്തരവാദി? പറയൂ, അവർക്ക് പറയൂ. അച്ഛനമ്മമാര്. അപ്പൊ വെറും വിദ്യാഭ്യാസം മാത്രം പോരാ. വിദ്യാഭ്യാസം കഴിവല്ല, അത് മനസ്സിലാക്കണം. വിദ്യാഭ്യാസം കഴിവല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷനാണ്. വിദ്യാഭ്യാസമല്ല കഴിവ്. പിന്നെന്താണ്? കഴിവുകൾ എന്നാൽ പരിശീലനങ്ങളാണ്. എന്താണ്? പരിശീലനം. ഇപ്പൊ നിങ്ങൾ പാട്ട്, അത് കുട്ടി എന്താ ചെയ്യിക്കുന്നത്? പാട്ട് ക്ലാസ്സിൽ പോയി കുട്ടി എന്താ ചെയ്യണത്? പാട്ട് പഠിക്കുകയാണോ പരിശീലിക്കുകയാണോ? വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. നൃത്ത ക്ലാസ്സിൽ പോയി നൃത്തം പഠിക്കുകയാണോ നൃത്തം പരിശീലിക്കുകയാണോ? പറയൂ. പരിശീലിക്കുകയാണ്. നീന്തൽ ക്ലാസ്സിൽ പോയി കുട്ടി നീന്തൽ പഠിക്കുകയാണോ പരിശീലിക്കുകയാണോ? ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുകയാണോ പരിശീലിക്കുകയാണോ? ഇതെല്ലാം പരിശീലനങ്ങളാണ്. മനസ്സിലാവുണ്ടല്ലോ? എന്നാൽ വിദ്യാഭ്യാസമോ അത് പഠിക്കലാണ്. പഠിക്കൽ ഒരു ബോറിംഗ് ആണ്. എന്നാൽ പരിശീലനമോ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് കുട്ടികൾക്ക് പലതരത്തിലുള്ള പരിശീലനങ്ങൾ വേണം. ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നാമം ചൊല്ലി പരിശീലിപ്പിക്കണം. ക്ഷേത്രങ്ങളിൽ ഒരുപാട് ക്ഷേത്രകലകളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിനിങ് സെന്റർ ആയിരിക്കണം. ഇന്ന് കുറെ ക്ഷേത്രങ്ങളിലുണ്ടത്. മേളം പഠിപ്പിക്കുന്നവരുണ്ട്. ഇന്ന് പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ എന്താ പറയുക, നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ഇവിടെ ഷൊർണൂറിനടുത്ത്, വള്ളത്തോളിന്റെ പേരിൽ കലാമണ്ഡലം സർവകലാശാല. ഈ കലാമണ്ഡലമൊക്കെ സത്യത്തിൽ നമുക്കൊരു ശാപമാണ്. തുറന്നു പറയുന്നത്, ആർക്കും വിഷമം തോന്നരുത്. കാരണം നമ്മളെ സംബന്ധിച്ച് കലാമണ്ഡലമല്ല കലാ കേന്ദ്രം, ക്ഷേത്രങ്ങളായിരുന്നു. ഏതായിരുന്നു? ഒരു കാലത്ത് ക്ഷേത്രങ്ങളായിരുന്നു. ക്ഷേത്രത്തിനകത്ത് കൂത്തമ്പലം എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളില്ലേ? ഉണ്ടോ? അവിടെ ഈ തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ. പക്ഷെ അന്നത് വേണ്ട പോലെ കൊണ്ടു നടന്നില്ല. പിന്നെ അതില്
അനാവശ്യ ജാതീയതയൊക്കെ വന്നു. അങ്ങനെയാണ് ഇതൊക്കെ കൈവിട്ടു പോയത്, അല്ലേ? ആണോ അല്ലയോ? അങ്ങനെയാണ് കലാമണ്ഡലമൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത്. അന്നേ ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് ഇതൊക്കെ കൊണ്ട് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ എവിടെ എത്തുമായിരുന്നു? എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ക്ഷേത്രങ്ങൾക്ക് കൊണ്ട് സാധിക്കുമായിരുന്നു? എന്ന് നമ്മുടെ ക്ഷേത്രങ്ങൾ സത്യം പറഞ്ഞാൽ അധപ്പതിച്ചിരിക്കുകയാണ്. കാരണം തൊഴുതു പോകാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് ക്ഷേത്രം താഴ്ന്നുപോയി. തൊഴുതു പോകുന്ന കേന്ദ്രം അല്ല വാസ്തവത്തിൽ ക്ഷേത്രം. മനുഷ്യന്റെ ഉള്ളിലുള്ള ദൈവീക കഴിവുകളെയൊക്കെ ഉണർത്തി മനുഷ്യ മനസ്സിനെ ദൈവീകമാക്കുന്ന കേന്ദ്രമായിരുന്നു ക്ഷേത്രം. മനസ്സിലായില്ല? ഇപ്പൊ നമ്മളത് മാറ്റി. ഇപ്പൊ മനസ്സിനെ ദൈവീകമാക്കാനല്ല, തൊഴുതു പോകാനുള്ള കേന്ദ്രമാക്കി. അതൊരു ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിനെ നമ്മൾ ക്ഷേത്രം നമുക്ക് പ്രയോജനപ്പെടുകയാണോ അതോ ക്ഷേത്രം ഒരു ലോവർ ലെവലിലേക്ക് പോവുകയാണോ ചെയ്തത്? പറയൂ, നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഹിന്ദുക്കള് ക്ഷേത്രത്തിനെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്താൻ നമുക്കിപ്പോഴും പറയൂ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ ഒരു ലക്ഷ്യമില്ലാതെ ഉത്തരവാദിത്വമില്ലാതെ പോയത്. നിൽക്കട്ടെ, ഏതായാലും കുട്ടി ഇറങ്ങി പുറപ്പെട്ടു. വഴിയിൽ നാരദ മഹർഷിയെ കിട്ടി. ആരെ കിട്ടി? അങ്ങനെ നാരദ മഹർഷിയാണ് കുട്ടിക്ക് ഒരു മന്ത്രോപദേശം നൽകുന്നത്. ഏതാ മന്ത്രം? ഓം നമോ ഭഗവതേ. അപ്പൊ എപ്പോഴും ഓർക്കുക, നമുക്ക് ഈശ്വരനെ പിടിക്കാനുള്ള വള്ളിയാണ്, ഈശ്വരനെ പിടിക്കാനുള്ള ഒരു പിടിവള്ളിയാണ് ഒരു മന്ത്രോപാസന. അപ്പൊ നമ്മളൊക്കെ ഒരു മന്ത്രം മരിക്കുന്നത് വരെ കൊണ്ടു നടക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു ഇതിനെ പറയാം മന്ത്രദീക്ഷ എന്ന് പറയും. എന്താണ് മന്ത്രദീക്ഷ? ഏതെങ്കിലും ഒരു മന്ത്രം, അത് ഇന്നതെന്നില്ല, ഏത് വേണമെങ്കിലും ചൊല്ലിക്കോളും. പക്ഷെ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും എന്നും അത് തന്നെ ചൊല്ലണം. അത് ശീലിച്ചെടുക്കുമ്പോൾ ആ മന്ത്രത്തിലൂടെ നമ്മൾ ജപിച്ച് ദൈവീകതയിലേക്ക് എത്തിച്ചേരും. അതിനാണ് പൂർവികര് ശിഷ്യന്മാർക്ക് എന്തുപദേശിച്ചത്? മന്ത്രത്തെ ഉപദേശിച്ചു. നിങ്ങൾ നോക്കൂ, നാരദ മഹർഷിയുടെ മുന്നിൽ എത്തിച്ചേരുന്ന രത്നാകരനോട് രാമരാമ എന്നാണ് പറഞ്ഞത്. പക്ഷെ മരാമര എന്നാണ് ചൊല്ലിയത്, അല്ലെ? ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തുവോ? നിങ്ങൾക്ക് ഏത് കഥാപാത്രത്തെ രാമായണത്തിൽ എടുത്തു നോക്കിയാലും എല്ലാവരും പറയും, അത് അഹല്യാവട്ടെ ആരായാലും പറയും രാമനാമത്തെ സദാകാലവും ജപിക്കണമെന്ന്, അല്ലേ? ഞങ്ങൾ എത്ര കുത്രാപി വസിച്ചീരിലും രാമനാമത്തെ സദാകാലം ജപിച്ചിടുവാൻ തൊല്ലടികൾ ഇളക്കമില്ലാതൊരു ഭക്തി ഉണ്ടാകാൻ അനുഗ്രഹിക്കണം എന്ന വരികൾ നിങ്ങൾക്ക് രാമായണത്തിലൊക്കെ ധാരാളം ഉപയോഗിച്ച് കാണാം. ഇങ്ങനെ ഒരു മന്ത്രദീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതും നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അച്ഛനോ അമ്മയോ മക്കൾക്ക് എന്തു കൊടുക്കണം? നാമം ചൊല്ലലല്ല, മന്ത്രദീക്ഷ കൊടുക്കണം. എന്താണ്? അതൊരു ദിവസം 108 തവണ ജപിച്ച്. അപ്പോ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് എന്തു കൊടുക്കണം? പറയൂ. ഒരു മന്ത്രം ഏതെങ്കിലും. അത് നിങ്ങൾ കേട്ട് കാണാം. കലിസന്തോരണോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. ഏതാണ്? അപ്പൊ അവിടെ നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, കലിയുഗാണ്, ഇനിയിപ്പോ ജനങ്ങളുടെയൊക്കെ മനസ്സ് കൈവിട്ടു പോകുന്ന കാലാണ്, പെട്ടെന്ന് അപ്സെറ്റ് ആവും. കണ്ടില്ലേ, അവൻ കൂപ്പൂ എന്നൊക്കെ പറയുന്നത് എന്താണ്? മനസ്സ് ദേഷ്യം. കാരണം കുട്ടികളെ എത്തിക്കുന്ന അവനും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും വെപ്രാളത്തിലാണ്, എല്ലാവരും ഓട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകുന്ന കാലാണ്. ഈ മനസ്സിനെ പിടിച്ചു വെക്കാൻ എന്തെങ്കിലും ഒരു ഉപായമുണ്ടോ? അപ്പോഴാണ് കലിയുടെ സ്വാധീനം. കലി എന്ന് പറഞ്ഞാൽ കലഹം, അസ്വസ്ഥത, വെപ്രാളം, ഇതൊക്കെ കൂടി വരുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരേ ഒരു വഴി മന്ത്രം തന്നെയാണ്. അപ്പൊ ചോദിക്കാണ്, ഏത് മന്ത്രമാണ് ഞാൻ ചൊല്ലേണ്ടത്? അപ്പം ബ്രഹ്മാവ് നാരദർക്ക് ഉപദേശിക്കുന്ന മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ. ഈ മന്ത്രം ഒറിജിനലി വരുന്നത് ഉപനിഷത്ത്, ഒരു വേദമന്ത്രമാണ്. ഏത്? ഹരേ രാമ മന്ത്രം വേദമന്ത്രമാണ്. അത് വരുന്നത് കലിസന്തരണോപനിഷത്ത് എന്ന ഉപനിഷത്തിലാണ്. ഏതോ ഉപനിഷത്ത്? അപ്പം അത് തന്നെ ജപിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞില്ലേ,
നിങ്ങളൊക്കെ കുലപരമായിട്ട് ഓരോ ദേവീ ദേവന്മാരുടെ ഉപാസകന്മാരായിരിക്കും. ഇപ്പൊ ഞാനൊരു ദേവി ഉപാസകന്റെ കുടുംബത്തിലാണെങ്കിൽ അമ്മേ നാരായണ ജപിച്ചാൽ മതി. ശിവന്റെ ആരാധിക്കുന്ന കുലത്തിലാണെങ്കിൽ ഓം നമ ശിവായ ജപിച്ചാൽ മതി. ഇനിയിപ്പം അയ്യപ്പസ്വാമിയാണ് ഉപാസിക്കുന്നതെങ്കിൽ ഭൂതനാഥ സദാനന്ദ ഏതെങ്കിലും ഒരു മന്ത്രം. പക്ഷെ മരണം വരെ ആ മന്ത്രം തന്നെ കൊണ്ട് നടക്കണം. അതിലൊരു വീഴ്ചയുണ്ടാകരുത്. അങ്ങനെ കുട്ടികളെ കൊണ്ട് ഡെയിലി ഒരു 108 തവണ നമുക്ക് മന്ത്രജപം ശീലിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ക്രമേണ അവരിലെ അവബോധം, മന്ത്രജപത്തിലൂടെ മാത്രമേ ഏതുണരുള്ളൂ? ബോധം, ഉപബോധം, അബോധം, അവബോധം ഏതുണരുള്ളൂ? മന്ത്രജപത്തിലൂടെ മാത്രമേ ഉറക്കെ പറയൂ, അവബോധം ഉണരുള്ളൂ. മനസ്സിലായില്ലേ? ഉൾക്കണ്ണ് തുറക്കുള്ളൂ, ആത്മബലം കൂടുള്ളൂ. അപ്പൊ നാം ജപിക്കണോ? ഇന്ന് നമ്മുടെ കുട്ടികളിൽ ആ സംസ്കാരം ഉണ്ടോ? ഉറക്കെ പറയൂ. നിങ്ങൾ ആരാതൊക്കെ നശിപ്പിച്ചത്? ആണോ ഇല്ലേ? അവനവനാണെന്ന് പറയാൻ. അപ്പൊ നമ്മൾ തന്നെ കുട്ടികളുടെ ജീവിതമൊക്കെ കുഴപ്പത്തിലാക്കിയിട്ട് എന്നിട്ട് നമ്മളിരുന്ന് കരയാണ് മക്കളെ ഓർത്ത്. എന്ത് യോഗ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് കരയാൻ? ഏതായാലും ഇങ്ങനെ ആ ധ്രുവൻ നാമം ജപിച്ച് ആ ഭഗവാന്റെ രൂപമൊക്കെ ധ്യാനിച്ച് ശംഖചക്ര കഥാരൂപമൊക്കെ പറഞ്ഞു കൊടുത്തു. കുട്ടിയെ പറഞ്ഞയച്ചത് വൃന്ദാവനത്തിനടുത്തുള്ള മധുവനത്തിലാണ്. ഇന്നും മധുവനൊക്കെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ അറിയില്ല. വഴിക്കൊക്കെ മധുവനം എന്നൊക്കെ പറയുന്ന സ്ഥലം ഇന്നും ഉണ്ട്. ആളുകൾ അവിടെയൊക്കെ ഇപ്പോഴും ആ ഒരു ചരിത്രമൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക്. അങ്ങനെ മധുവനത്തിൽ ചെന്ന് ഇരുന്ന് തപസ് ചെയ്ത് അങ്ങനെ തപസ്സിൽ മുഴുകി, ആ മന്ത്രത്തിൽ അങ്ങോട്ട് മുഴുകി. പിന്നെ പറയുന്ന കഥ ഭഗവാൻ കുട്ടിയുടെ മുന്നിൽ പ്രകടമാവുന്നതും ആ കുട്ടിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിശ്ചലനായി അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഭഗവാൻ ശങ്കെടുത്ത് കുട്ടിയുടെ കവിളിൽ തട്ടുന്നതും കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന മനോഹരമായ സ്തുതിയാണ് 4-ാം സ്കന്ധം 9-ാം അധ്യായത്തില് ധ്രുവസ്തുതി. അതിൽ ആദ്യത്തെ ശ്ലോകാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. യോന്ത പ്രവിശ്യ മമവാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വതാംനാം അന്യാം ചഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്താ പറയണത്? ആരാണോ എൻ്റെ ഉള്ളിലിരുന്ന് ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ ഉണർത്തി അഖില ശക്തി എനിക്ക് തന്ന് എൻ്റെ ജീവിതത്തെ മനോബലവും എൻ്റെ ജീവിതത്തെ ആത്മസുഖവും ഒക്കെ ഉള്ളതാക്കി മാറ്റുന്നത് ആ ഉള്ളിലിരിക്കുന്ന ബോധസ്വരൂപനായ ഭഗവാന് എൻ്റെ പ്രണാമം. ആരെയാണ് പ്രണമിക്കേണ്ടത്? ആരെയാണ് നമിക്കേണ്ടത്? രാവിലെ തന്നെ നമ്മൾ ഉണർത്തി നമുക്ക് മനോബലവും മറ്റും തരുന്ന ആ ഭഗവാനെ, ബോധസ്വരൂപനായ ഭഗവാനെൻ്റെ പ്രണാമം. ആ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കുട്ടി നമിക്കുകയാണ്. പിന്നെ കുട്ടിയുടെ സ്തുതിയൊക്കെ കേട്ട് അത്യന്തം സന്തുഷ്ടനായ ഭഗവാൻ കുട്ടിക്ക് ധ്രുവനക്ഷത്ര പദവി, നിനക്ക് എന്നും നീ ഈ ഭൂമിയിൽ വാഴും, അങ്ങനെയാണ് ധ്രുവനക്ഷത്രം. പിന്നെ രാജ്യഭരണം നിനക്ക് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. കുട്ടി വലിയ മഹാനായി തിരിച്ചുപോയി. അപ്പോഴേക്കും സുരുചി മാതാവിന് മനസ്സിലായി താൻ ചെയ്തത് വലിയൊരു. കുട്ടിയെ കണ്ടതും കെട്ടിപ്പിടിച്ചു. ധ്രുവനും ഒരു വിരോധം ഉണ്ടായില്ല അമ്മയോട്. കാരണം അത്രയും അമ്മ ഒരു നിമിഷത്തിന്റെ പ്രകോപനം കൊണ്ടായിരിക്കും ഇത് പറഞ്ഞത്. എന്നെ വെറുക്കുന്നില്ലേ അമ്മ എന്നുള്ളത്. കുട്ടി അമ്മയൊക്കെ നമസ്കരിച്ച്, അത് കഴിഞ്ഞ് ഉത്താനപാദനെ നമസ്കരിച്ച്, അമ്മ സുനീതിയെ നമസ്കരിച്ചപ്പോഴേക്കും അമ്മ അങ്ങേയറ്റം പൊട്ടിക്കരഞ്ഞ് കുട്ടിയെ തൻ്റെ മാറോട് ചേർക്കുമ്പോൾ, ഇത്രയും വലിയൊരു മഹാനായ ഒരു കുട്ടിയായി എൻ്റെ മകൻ തിരിച്ചു വന്നല്ലോ. പിന്നെ ധ്രുവൻ രാജ്യഭരണം ഏറ്റെടുക്കുന്നതും രാജ്യം ഭരിക്കുന്നതും, അതിനിടയിൽ കല്യാണമൊക്കെ കഴിഞ്ഞു. ഉത്തമൻ കാട്ടിൽ മൃഗയാ വിനോദത്തിനിടയ്ക്ക് മരിച്ചുപോയി, കൊല്ലപ്പെട്ടതാണ് യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തില്. അവിടെ അമ്മ സുരുചി മകന്റെ ബോഡി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുമ്പോൾ അമ്മ അറിഞ്ഞില്ല കാട്ടുതീ അങ്ങനെ ഒരു വശത്തുനിന്ന് വരുന്നത്. ആ കാട്ടുതീക്കുള്ളിലേക്കാണ് അമ്മ ചെന്ന് പെട്ടത്. ആ കാട്ടുതീയിൽപ്പെട്ട് സുരുചി വെന്തു മരിച്ചു. ഉത്തമനും പോയി, അമ്മയും പോയി.
ധ്രുവൻ കുറച്ചു കാലമൊക്കെ രാജ്യം ഭരിച്ച് പിന്നീട് ധ്രുവന് മനസ്സിലായി, ഇനി ഇവിടെ ഇരിക്കരുത്, എൻ്റെ ജീവിതത്തിലെ ആ തപസ്സിന്റെ പ്രചോദനം കൊണ്ട് ഇനി പോവാം. അങ്ങനെ രാജ്യഭരണമൊക്കെ പുത്രനെ ഏൽപ്പിച്ച് ബദ്രീനാഥിലേക്ക് തപസ് ചെയ്യാൻ പോയി. ബദ്രീനാഥിലിരുന്ന് തപസ് ചെയ്ത് ഇരിക്കുമ്പോഴാണ്, അപ്പോഴേക്കും അമ്മയൊക്കെ ശരീരം ഉപേക്ഷിച്ചു പോയി. കുട്ടി തപസ് ചെയ്യുമ്പോൾ അവിടുന്ന് വിഷ്ണുദൂതന്മാർ വന്നു എന്നാണ് പറഞ്ഞു, ധ്രുവൻ പോരൂ ഞങ്ങളുടെ കൂടെ എന്ന്. അപ്പൊ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. അതെന്തിനാ? എൻ്റെ അമ്മയ്ക്ക് കിട്ടാത്തതായ ഒന്നും എനിക്ക് വേണ്ട. കാരണം എൻ്റെ ജീവിതത്തെ മാറ്റിമറച്ചത് അമ്മയാണ്. കുലം പവിത്രം ജനനി കൃതാർത്ഥ വസുന്ധര പുണ്യവതി എന്നാണ്. അങ്ങനെ ഒരു അമ്മ, ഒരു ഗൈഡ് ചെയ്തൊരമ്മ, ആ കുട്ടി മരിക്കുന്ന സമയത്ത് പോലും ഓർക്കുന്നത് ആ ഒരു അമ്മയാണ്. കാരണം എൻ്റെ ജീവിതത്തെ മാറ്റിമറച്ച അമ്മ. മനസ്സിലായില്ലേ? അങ്ങനെ ധ്രുവന്റെ ജീവിതം പൂർണ്ണമാവുകയാണ്. കഥ പറയുമ്പോൾ പറയും, മൃത്യു ഭഗവാൻ വന്ന് തൻ്റെ ശിരസിൽ കാലുവെക്കാൻ പറഞ്ഞു എന്നാണ്. മൃത്യുവിൻ്റെ ശിരസിൽ പാദം വെച്ചുകൊണ്ട് ധ്രുവൻ വിമാനത്തിൽ കയറി എന്നൊക്കെയുള്ളൊരു എക്സാഗ്രേഷൻ കഥകൾ പറയാണ്. പറഞ്ഞു വരുന്നത് ജീവിതത്തെ പൂർണ്ണമാക്കാൻ സാധിച്ച സുകൃതിയാണ്, ഭാഗ്യവാനാണ് ആര്? ധ്രുവൻ. അപ്പൊ അങ്ങനെയുള്ളൊരു കഥ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുട്ടികളിൽ അപാരമായ കഴിവുണ്ട്, ശക്തിയുണ്ട്. പല പരിശീലനത്തിലൂടെയും കഴിവുകൾ ഉണർത്തണം. ആത്മീയമായ നാമജപ അനുഷ്ഠാനത്തിലൂടെ, മന്ത്ര അനുഷ്ഠാനത്തിലൂടെ മനോബലവും മനഃശക്തിയും ഉണർത്തണം. ഇതിനൊക്കെയാണ് നമ്മൾ ക്ഷേത്രങ്ങളും മറ്റും പ്രയോജനപ്പെടുത്തേണ്ടത്. ഇതാണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കർത്തവ്യം. കഴിവുകൾ പരിശീലിപ്പിക്കുക, മനോബലം പരിശീലിപ്പിക്കുക. ഇതെല്ലാം പരിശീലനത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഉപദേശിച്ചതുകൊണ്ട് കിട്ടില്ല. ഇപ്പൊ നിങ്ങളൊക്കെ ഉപദേശകന്മാരാണ്. നിങ്ങൾ ഉപദേശകന്മാരല്ല ആവേണ്ടത്, നിങ്ങൾ പരിശീലകന്മാരാവണം. ആരാവണം? ട്രെയിനേഴ്സ് ആവണം. അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് പരിശീലകരാണ്. അതാണ്. പ്രസവിക്കാൻ പ്രയാസമൊന്നുമില്ല, പക്ഷെ പ്രസവിച്ച കുട്ടിയെ പരിശീലിപ്പിച്ച് വളർത്തൽ ഇത്തിരി പറയൂ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പരിശീലനം കുട്ടികൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിലും മാനസികമായി തളരില്ല. കാരണം അവർക്ക് അവരിലെ അവബോധ ശക്തി വർദ്ധിക്കുക. കാരണം എന്ത് പ്രശ്നം വന്നാലും മനോബലം കൊണ്ട് അവർക്കതിനെ മറികടക്കാൻ സാധിക്കും. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ പരിശീലകരല്ല, നിങ്ങൾ ഉപദേശകരായിപ്പോയി. ആരായിപ്പോയി? അതാണ് നിങ്ങളെയൊക്കെ ഒന്ന് മോശക്കാരാക്കിയത്. അപ്പൊ ഇനി ഉപദേശകരിൽ നിന്നും ആരാവണം? സുനീതി ഒരു പരിശീലകയാണ്. സുനീതി, നീതി എന്ന് പറഞ്ഞാൽ പരിശീലനം എന്നാണ് അർത്ഥം. വേണ്ടതുപോലെ, വേണ്ട പോലെ പരിശീലിപ്പിക്കാൻ കഴിവുള്ളവളാണ് സുനീതി. അതാണ് ആ വാക്കിന്റെ അർത്ഥം. നീതി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. നീതി ഉള്ളവർ, നിയമമുള്ളവർ എന്ന് വെച്ചാൽ നീതിയും ന്യായവും എന്നൊക്കെ പറയില്ലേ എന്നുള്ള അർത്ഥം. മറ്റൊരർത്ഥം പരിശീലിപ്പിക്കുന്നവൾ എന്നർത്ഥം. അപ്പൊ നിങ്ങളൊക്കെ ആരായിരിക്കണം? പരിശീലിക്കുകയും സ്വയം പരിശീലിക്കുകയും. ഇതിന് സംസ്കൃതത്തിൽ അഭ്യാസം എന്ന് പറയും. വേറൊരു വാക്ക് സാധന എന്ന് പറയും. ക്ഷേത്രം തൊഴുതു പോവാനല്ല, ക്ഷേത്രം സാധനാ കേന്ദ്രമാണ്. സാധന എന്ന് പറഞ്ഞാൽ പരിശീലിക്കുക എന്നാണ് അർത്ഥം. ക്ഷേത്രം ഒരു നാമജപം പരിശീലിക്കാനുള്ളൊരു കേന്ദ്രമാണ്. കേന്ദ്രമാവണമെന്നല്ല, അതിനാണ് വെച്ചത്. അതുകൊണ്ടാണ് ക്ഷേത്രോപാസന എന്നാ പറയാ. ക്ഷേത്രോപാസന വാക്ക് തന്നെ അങ്ങനെയാണ്. ഉപാസിക്കാനുള്ള കേന്ദ്രമാണ്. ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ പരിശീലിക്കലാണ് ഉപാസന. മന്ത്രത്തെ ജപിക്കുന്നത് ഒരു ഉപാസനയാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ ഉപാസന ചെയ്യുക, നിരന്തരം പരിശീലിക്കുന്നതിന്റെ പേരാണ് ഉപാസന. അപ്പൊ ക്ഷേത്രം ഒരു പരിശീലന കേന്ദ്രമാണ്. ഇതെങ്ങനെയോ നമുക്ക് ഹിന്ദുക്കൾക്ക് ആരും പറഞ്ഞു തന്നില്ല. അതുകൊണ്ടൊക്കെ തൊഴുതുപോകൽ പ്രസ്ഥാനക്കാരും തൊഴുതുപോകൽ കേന്ദ്രക്കാരുമായി മാറി. ഇനി മാറ്റിയെടുക്കണം. ഇത് നമുക്ക് കിട്ടിയ ഒരു വലിയ നിധിയാണ്.
അത് നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പം ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്.